നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം. ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രതികൾക്കെതിരെ സിദ്ധാർത്ഥന്റെ മാതാവും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ ഹൈക്കോടതിയിൽ സിദ്ധാർത്ഥന്റെ മാതാവ്. ഹൈക്കോടതിയിൽ സിദ്ധാർത്ഥന്റെ അമ്മ ഹർജി നൽകി. മകന്റെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നും CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്നും പ്രതികളുടെ പങ്ക് വ്യക്തമാണെന്നും അമ്മ വ്യക്തമാക്കി. പ്രതികളുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് CBI പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. CBI കോടതിയിൽ ആവശ്യപ്പെട്ടത് ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമായിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ ഓരോ പ്രതികളുടെയും പങ്കും CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിക്രൂരമായ ആക്രമണമാണ് തന്റെ മകൻ നേരിട്ടതെന്ന് അമ്മ ഹർജിയിൽ വ്യക്തമാക്കി. സിദ്ധാർത്ഥന് വൈദ്യസഹായം നൽകാൻ പോലും പ്രതികൾ തയ്യാറായില്ലെന്നും CBIയുടെ അന്തിമ റിപ്പോർട്ടിൽ നിന്നും കേസിൽ തുടരന്വേഷണം വേണമെന്ന കാര്യം വ്യക്തമാണെന്നും അവർ പറയുന്നു. 20 വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ 10ഓളം വിദ്യാർത്ഥികളാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 1 മാസമായി തങ്ങൾ ജയിലിലാണെന്നും പഠനം തടസ്സപ്പെട്ടെന്നും വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് തുടങ്ങിയവയാണ് വിദ്യാർത്ഥികളുടെ വാദം. ഫെബ്രുവരി 18-നായിരുന്നു സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കേസ്. അതേസമയം സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, ഡമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചിരിക്കുകയാണ് CBI. മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ CBIയുടെ ശ്രമമാണിത്. ദില്ലി എയിംസിൽ നിന്ന് CBI വിദഗ്ധ ഉപദേശം തേടി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ ആത്മഹത്യ നടന്ന കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമെന്ന് CBI വ്യക്തമാക്കി. സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2 ദിവസം നഗ്നനാക്കി മർദ്ദിച്ചു. കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനം. സിദ്ധാർത്ഥിന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്നും CBI കുറ്റപത്രത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതികൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മണിക്കൂറുകൾക്കകം മറുപടി കിട്ടും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.